കോടുകുളഞ്ഞി JMHS സ്കൂളിൽ വിമുക്തി ക്ലബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസിന്റെയും ആഭിമുഖ്യത്തിൽ ലോക ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി. ചെങ്ങന്നൂർ കോടുകുളഞ്ഞി JMH സ്കൂളിൽ വിമുക്തി ക്ലബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസിന്റെയും ആഭിമുഖ്യത്തിൽ ലോക ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തി. PTA പ്രസിഡന്റ് ദീപ ലോകേഷ് അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപകൻ ജേക്കബ് ജോർജ് സ്വാഗതം പറഞ്ഞു. എക്സൈസ് ഓഫീസർ വിഷ്ണു വിജയൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. എല്ലാവർക്കും മാധ്യമങ്ങളിൽ കൂടിയും അല്ലാതെയും പത്രങ്ങളിൽ കൂടിയും ഒക്കെ നിങ്ങൾ പലതരത്തിലുള്ള മരുന്നുകളെക്കുറിച്ചും ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ കേട്ടിരിക്കും. അപ്പം നമുക്ക് ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട്. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ പേരുകളൊന്നും പറയരുത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഇപ്പോഴത്തെ തലമുറ, നമ്മുടെ പുതിയ തലമുറയ്ക്ക് നിങ്ങളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്, നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറയാൻ നിർവാഹമില്ല. ഒരുപക്ഷെ ഈ എന്നെക്കാളും മറ്റ് പലരെക്കാളും മുതിർന്ന പലരെക്കാളും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കെല്ലാം കൂടുതലാണ്. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ അറിവ് ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് നമുക്ക് എവിടുന്ന് വേണമെങ്കിലും കിട്ടാനുള്ള ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രീതി രാജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരിയോടുള്ള ആസക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലഹരിയോടുള്ള ആസക്തി, നമുക്ക് ഈ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെല്ലാം അറിയാം. ലഹരി അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നെല്ലാം നമുക്കറിയാം. എന്നറിയാമെങ്കിലും നമുക്കത് ഉപയോഗിക്കണം, നമ്മളത് ഉപയോഗിക്കണം. ആ ഒരു ചിന്തയാണ് അതിൻ്റെ ആസക്തി എന്ന് പറയുന്നത്. അധ്യാപിക സീന നന്ദി പറഞ്ഞു. തുടർന്ന് പോസ്റ്റർ രചന, സൂംബ പരിശീലനം, വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. CDNet ന്യൂസ്, മാവേലിക്കര.